ഇത് മുൻകാലങ്ങളിൽ ഇത് ഏകദേശം 20,000 രൂപ പെയറിന് വിലയുണ്ടായിരുന്നു. ഇപ്പോഴും 15,000 രൂപയ്ക്ക് വെളിയിൽ വിലയുള്ളതായിട്ട് ഞാൻ കാണുന്നുണ്ട്. 7 കിലോയോളം വെയിറ്റ് വയ്ക്കും. രാവിലെ നോക്കിയാലും ഉച്ചയ്ക്ക് നോക്കിയാലും വൈകുന്നേരം നോക്കിയാലും എപ്പോഴും മുട്ട കിട്ടും. വെയിറ്റ് കൂടുതലും കാണാൻ ഭംഗി കൂടുതലും മുട്ട വലിപ്പം കൂടുതലായിരിക്കും. ആഹാര ക്രമം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഇവയ്ക്ക് എന്ത് കൊടുത്താലും ഇവ കഴിക്കും. ഇപ്പോഴും നല്ല ആക്റ്റീവായിരിക്കും. കൂടുതലായിട്ട് ഇവർ ഒരുമിച്ച് നിൽക്കുമ്പോൾ കൂടുതൽ ഭക്ഷണം കഴിക്കുകയും ചെയ്യും, കൂടുതൽ വെള്ളം കുടിക്കും. അതുകൊണ്ട് ഇവർ പെട്ടെന്ന് വലുതാവും. ഇതേത് കോഴിയാണ് കേട്ടോ? ഇത് ബ്രഹ്മ, അത് കൊളംബിയൻ ബ്രഹ്മ എന്ന് പറയുന്ന അറിയപ്പെടുന്ന കോഴി ഇതാണ്. ഇത് കൂടുതലായിട്ടും ഫാൻസി ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇത് വെയിറ്റ് വയ്ക്കുന്ന ഐറ്റമാണ്. 6 കിലോ 7 കിലോ വെയിറ്റ് വയ്ക്കും. 7 കിലോ? 7 കിലോയോളം വെയിറ്റ് വയ്ക്കും. സാധാരണ കോഴിമുട്ടയെക്കാളും ഒരല്പം കൂടെ കോഴിമുട്ടയ്ക്ക് സൈസ് ഉണ്ടാവും. പിന്നെ വിലയും നല്ല രീതിയിൽ വില ഉണ്ട്. ഇതിന് നല്ല മാർക്കറ്റുള്ള കോഴിയാണ്. ഇത്രയും വില വരുന്നത് ഇത് മാംസം കൂടുതലാണ്. 6-7 കിലോ വരുന്നുണ്ട്. ഫാൻസിയാണ്, രോഗപ്രതിരോധം കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഇതുള്ളത് കൊണ്ടും. പിന്നെ എത്ര വരെ വരാറുണ്ട്? ഇത് മുൻകാലങ്ങളിൽ ഇത് ഏകദേശം 20,000 രൂപ പെയറിന് വിലയുണ്ടായിരുന്നു. ഇപ്പോഴും 15,000 രൂപയ്ക്ക് വെളിയിൽ വിലയുള്ളതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഇതിപ്പോൾ 55 ദിവസം മാത്രമേ ഇതിന് പ്രായമായിട്ടുള്ളൂ. കുഞ്ഞാണ്. ഈ 7 കിലോയ്ക്ക് വരുമ്പോൾ എത്ര സമയം എടുക്കും? ഏകദേശം 1.5 വർഷം. 1 വയസ്സ് കഴിഞ്ഞാൽ ശേഷമേ 7 കിലോ വരുള്ളൂ. 1 വയസ്സ്. മുട്ട തുടങ്ങുന്ന ഇത് 6 മാസം 5 മാസം 6 മാസം ആകുമ്പോൾ മുട്ടയിട്ട് കൊടുക്കും. അപ്പോൾ മുട്ടയ്ക്കും വിലയായിരിക്കുമല്ലോ? മുട്ടയ്ക്ക് വിലയുണ്ട്. എത്ര വരെ വരും? മുട്ടയുടെ വില കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അതും വില ഉണ്ട്. ബ്രഹ്മ അല്ലേ? ബ്രഹ്മ. ഇത് കൊളംബിയൻ ബ്രഹ്മ. ഇത് സങ്കരയിനാണോ അത് ഇറക്കുമതി ചെയ്യുന്നത്? ഇമ്പോർട്ടഡാണോ? ഇത് കൊളംബിയൻ. ഇമ്പോർട്ടഡാണ്. ഈ കാണുന്നത് കരിങ്കോഴിയാണ്. കിടക്കുന്നത്? അതെ, കിടക്കുന്നത് കറക്റ്റാണ്. ഇവർക്ക് എപ്പോഴും കരിങ്കോഴിക്കും വില ഉള്ള ഒരു ഐറ്റമാണ്. ഇവർക്കും രോഗപ്രതിരോധം കൂടുതലുള്ള ഐറ്റമാണ്. പിന്നെ ഇവരെ സംബന്ധിച്ച് കൂടുതൽ എഗ് ലേയിങ് ചെയ്യും ഇവർ. എഗ്ഗ് സൈസ് ചെറുതാണെങ്കിലും എഗ് ലേയിങ് കൂടുതലാണ്. മുട്ടയ്ക്ക് വിലയും കൂടുതലാണ്. മുട്ടയ്ക്കും വില 20 രൂപയോളം വില ഉള്ളതായിട്ട് അറിയപ്പെടുന്നു. ഇവരെ കോഴി കുഞ്ഞിനും വിലയുണ്ട്. കോഴിയുടെ ഇറച്ചിക്ക് നല്ല വിലയുണ്ട്. അതെ, ഇതിൻ്റെ ഇറച്ചിക്ക് പിന്നെ മെഡിസിൻ വാല്യൂ കൂടുതലുള്ളതായിട്ട് ഉള്ളതുകൊണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്പലങ്ങളിലും മറ്റും പൂജ കാര്യങ്ങൾക്കായിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള വില ഇതിനുണ്ട്. അതിൽ മാംസവും എല്ലും എല്ലാം കറുപ്പല്ലേ? മാംസം, എല്ല്, അതിൻ്റെ ബാക്കിയുള്ള എല്ലാ പോർഷനും അത് കറുപ്പാണ്. നമ്മൾ ഇതിൻ്റെ ഒറിജിനൽ അറിയുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെ വാ തുറന്നിട്ട് ഇതിൻ്റെ നാക്കിനെ പിടിച്ച് നോക്കും. അപ്പോൾ നാക്ക് കറുപ്പായിരിക്കും. നല്ല ഒറിജിനൽ ബ്രീഡ് അതാണ്. നാക്ക് വരെ കറുപ്പായിരിക്കും. കരിങ്കോഴി എന്ന് പറയുമ്പോൾ അവരെപ്പോഴും ഒരു കാട്ടുകോഴിയുടെ ഒരു ടെൻഡൻസിയാണ്. നമ്മളായിട്ട് ഇങ്ങനെയുള്ള വളരെ ഇണക്കം കുറവാണ്. നമ്മൾ ഈ കാണുന്നത് ഗ്രാമശ്രീ കോഴികളാണ്. ഇവരെയും ധാരാളം എഗ് ലേയിങ് ചെയ്യുന്ന ഒരു കോഴികളാണ്. ഇവരെ മാംസത്തിനായിട്ടും വളർത്താം, പിന്നെ മുട്ടയ്ക്കായിട്ടും വളർത്താം. കാര്യമെന്ന് പറഞ്ഞാൽ ഈ മാംസം ഇത് കൂടുതൽ വെയിറ്റ് വയ്ക്കും. അപ്പം അതുകൊണ്ട് ഇതിനെ നമുക്ക് മാംസത്തിനായിട്ടും വളർത്താം, മുട്ടയ്ക്കായിട്ടും വളർത്താം. ഇതിൻ്റെ നമ്മളെ കൊടപ്പനക്കുന്നി എന്നുള്ള ബ്രീഡാണ് ഞാൻ എടുത്ത് ഇത് വളർത്തുന്നത്. ഇതും മറ്റ് കോഴികളായിട്ട് മിങ്കിൾ ചെയ്യാതെ ഇതിൻ്റെ ഒറിജിനൽ ബ്രീഡ് എടുത്ത് കർഷകർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഉദ്ദേശത്തോടെയാണ് ഞാൻ ഇവരെയും വളർത്തുന്നത്. ഇവരും ധാരാളം മുട്ടയിടുന്ന കോഴികളാണ്. ഈ സാധാരണ ഗ്രാമശ്രീ മുട്ടയ്ക്ക് വേണ്ടി വളർത്തുന്ന കോഴിയല്ലേ? സാധാരണ മറ്റുള്ള കോഴിയെ അപേക്ഷിച്ച് ഈ വരുന്ന കോഴികളെ അപേക്ഷിച്ച് ഈ ഗ്രാമശ്രീ കോഴികൾക്ക് ഇറച്ചിയും ഉണ്ടാവും. ഇറച്ചിയും കൂടുതലായിട്ടുണ്ടാവും. അത് നമുക്ക് കോഴിയെ കാണുമ്പോൾ അറിയാം. ആ പൂവിനെയൊക്കെ കാണുമ്പോൾ നല്ല വെയിറ്റുള്ള പൂവനാണത്. അതേപോലെ എഗ് ലേയിങ്ങും കൂടുതലാണ്. മുട്ടയും കൂടുതലായിട്ട് മുട്ട ഉൽപ്പാദനം കൂടുതലായിട്ടുണ്ട്. ഇത് ഒരു വർഷത്തിൽ ഏകദേശം 220-225 മുട്ടയോളം ഇടുന്നു എന്നാണ് എൻ്റെ ഒരു ചെറിയ കണക്കൂട്ടലിൽ മനസ്സിലാക്കുന്നത്. നമ്മൾ എപ്പോഴും കോഴിക്കൂട്ടിൽ കയറി മുട്ട നോക്കിയാലും മുട്ടയുണ്ടാവും ഇവരെടുത്ത്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് രാവിലെ നോക്കിയാലും ഉച്ചയ്ക്ക് നോക്കിയാലും വൈകുന്നേരം നോക്കിയാലും എപ്പോഴും മുട്ട കിട്ടും. അപ്പോൾ അങ്ങനെ മുട്ട ഉൽപ്പാദനം കൂടുതലുള്ള ഒരു കോഴിയാണിത്. പിന്നെ സാധാരണ നാടൻ കോഴിയുടെ മുട്ടയുടെ കളറാണ്. വിലയും കിട്ടുമല്ലോ നാടൻ കോഴിയുടെ മുട്ടയുടെ വിലയാണ് ഇതിന്. നമ്മൾ കോഴി കൊടുത്താലും പുറമെ കോഴി തൂക്കി കൊടുത്താലും നാടൻ കോഴിയുടെ ഇറച്ചിയുടെ വില നമുക്ക് ഇതിനും കിട്ടാറുണ്ട്. ഈ കാണുന്നത് നാടൻ കോഴിയാണ്. ഇവരും ബ്രീഡിങ്ങിന് വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു പെയറായിട്ട് മാറ്റിയിട്ടിരിക്കുന്നതാണ്. ഇതിൽ നിന്ന് നല്ല കുഞ്ഞുങ്ങൾ, അതായത് ഇവരെ കുഞ്ഞുങ്ങൾ എടുക്കാൻ വേണ്ടി ഇവരെ ഒരു ജോഡി മാറ്റിയിട്ടിരിക്കുന്നതാണ്.
നാടൻ കോഴി സാധാരണ നാടൻ കോഴി 1 കിലോ 1.5 കിലോ അല്ലെങ്കിൽ 2 കിലോയ്ക്ക് അകത്തേക്കാണ്. പക്ഷേ ഈ ഫാമിലിയിലുള്ള കോഴികൾ ഇങ്ങനെയുള്ള കോഴികൾക്ക് വെയിറ്റ് കൂടുതലാണ്. വെയിറ്റ് കൂടുതലും കാണാൻ ഭംഗി കൂടുതലും മുട്ട വലിപ്പം കൂടുതലായിരിക്കും. അങ്ങനെയുള്ള കോഴിയാണിത്. ഇത് നേക്കട്ട് ഹെഡല്ലേ? അതെ, ഇത് ടർക്കിയാണ്. എൻ്റെ കയ്യിലൊരു 10-50 പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ വളർത്താൻ സൗകര്യക്കുറവുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഇത്രയും പീസിലേക്ക് നിർത്തിയതാണ്. ഇത് ഇത് മുട്ട ഇടുന്നുണ്ടല്ലോ? ഇത് ഏകദേശം മുട്ടയിടാൻ പരുവമായിട്ടുണ്ട്. ഉടനെ അധികം താമസിക്കാതെ ഇവർ മുട്ടയിടും. മുട്ടയ്ക്ക് സെയിലുണ്ടോ ടർക്കിയുടെ? മുട്ടയ്ക്കും മാംസത്തിനും ഇത് സെയിലുള്ള സാധനമാണ് ടർക്കി. കോട്ടയം പോലുള്ള അങ്ങോട്ടുള്ള സ്ഥലങ്ങളിലാണ് ഇതിൻ്റെ മാംസത്തിന് പ്രിയം കൂടുതൽ. നമ്മളെ ഇവിടെ നിന്ന് ഇത് വാട്സപ്പിൽ എന്തെങ്കിലും ഗ്രൂപ്പുകളിൽ ഇത് ഇടുമ്പോഴത്തേക്ക് അവർ ഇത് അവിടെ നിന്ന് ഓർഡർ തന്ന് നമ്മളിവിടെ നിന്ന് അയച്ചു കൊടുക്കാറുണ്ട്. ഇതിപ്പോൾ 9 മാസമായി പ്രായമായ ഏകദേശം 9 മാസം പ്രായമായ ടർക്കികളാണ്. നമ്മൾ 9 ആവശ്യക്കാരെ അനുസരിച്ച് കൊടുക്കാം. കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ കൊടുക്കാനാണ് ആവശ്യക്കാർ കൂടുതലായിട്ടുള്ളത്. ഇതങ്ങനെ കുഞ്ഞ് കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്രീഡിങ്ങിന് വേണ്ടി ഞാൻ ഇതൊന്ന് ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തതാണ്. ഇത് ഉടനെ തന്നെ ഇത് എഗ് ലൈൻ ചെയ്യും. ഏകദേശം എഗ് ലൈനിനുള്ള പ്രായം ആയിട്ടുണ്ടത്. കോഴിയെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആഹാര ക്രമം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഇവയ്ക്ക് എന്ത് കൊടുത്താലും ഇവ കഴിക്കും. പുല്ല് കോഴിക്ക് കൊടുത്താലും പുല്ല് കഴിക്കും. പക്ഷേ അത് കഴിക്കാത്ത പുല്ലുകളും ഇവർ കഴിക്കാറുണ്ട്. പിന്നെ മലക്കറി വേസ്റ്റുകളായാലും ചോറായാലും ചോറ് കൊടുത്താലും ഇവർക്ക് വേറെ ദോഷങ്ങളൊന്നുമില്ല. എന്ത് ആഹാരം കൊടുത്താലും ഇവർ കഴിക്കും. അങ്ങനെ ഒരു ഉപയോഗമുണ്ട്. പെല്ലറ്റ് തന്നെ കൊടുക്കണമെന്നില്ല? അങ്ങനെ തന്നെ ഇല്ല. ഇത് ആഹാരം കൊടുക്കുന്ന കാര്യത്തിൽ ഇവർക്ക് വളരെ സിമ്പിളാണ്. പിന്നെ ഇവരെ തുറന്ന് വിട്ട് വളർത്താൻ പറ്റും. കീരി, പട്ടി ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇവരെ പെട്ടെന്ന് ആക്രമിക്കാറില്ല. കോഴികളെയെല്ലാം നമ്മൾ ഇപ്പോൾ ഈ കീരി പോലെയുള്ള സാധനങ്ങളെ അങ്ങനെയുള്ള ജീവികൾ ഇപ്പോൾ ഒത്തിരി ഉപദ്രവമുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഇവയ്ക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇവരെ വളർത്താൻ നമുക്ക് പറ്റും. ഇതിൽ നാടൻ കോഴിയുടെ കുഞ്ഞുങ്ങളും ഉണ്ട്, കരിങ്കോഴിയുടെ കുഞ്ഞുങ്ങളും ഉണ്ട്. ഇവരെ ഞാൻ സെപ്പറേറ്റ് വിരിയിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ ഇവരെ ഒരുമിച്ച് വിട്ടിരിക്കുകയാണ്. അതായത് ഒരു ഫാമിലെ ആവശ്യത്തിന് വേണ്ടിയാണ്. അവർക്ക് ഒരുമിച്ച് ഒരു 150 കോഴിക്കുഞ്ഞിനെ വളർത്തണം. അപ്പോഴും അവർക്ക് ഗ്രാമശ്രീയും വേണം, നാടൻ കോഴിയും വേണം, കരിങ്കോഴിയും വേണം. അപ്പോഴും അവർക്ക് ഇങ്ങനെ ഒരുമിച്ച് വളർത്താൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഇവരെ ഞാൻ ഒരുമിച്ച് ഇപ്പോൾ വിട്ടിരിക്കുന്നത്. പക്ഷേ ഇവരെ കരിങ്കോഴി തന്നെയായിരിക്കും, നാടൻ കോഴിയും തന്നെയായിരിക്കും, ഗ്രാമശ്രീയും തന്നെയായിരിക്കും. തുറന്നു വിട്ട് ഇതുപോലെ ഇങ്ങനെ വലിയ കൂട്ടിൽ വളർത്തുമ്പോൾ ഇവരെപ്പോഴും നല്ല ആക്റ്റീവായിരിക്കും. കൂടുതലായിട്ട് ഇവർ ഒരുമിച്ച് നിൽക്കുമ്പോൾ കൂടുതൽ ഭക്ഷണം കഴിക്കുകയും ചെയ്യും, കൂടുതൽ വെള്ളം കുടിക്കും. അതുകൊണ്ട് ഇവർ പെട്ടെന്ന് വലുതാവും, പെട്ടെന്ന് സൈസ് വയ്ക്കും. പിന്നെ രാത്രിയിലും ഒരു ലൈറ്റ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ രാത്രിയും ധാരാളം ഫുഡ് കഴിക്കാറുണ്ട്. ഇത് ഞാൻ കൊടുക്കുന്നത് എപ്പോഴും 1 മാസം പ്രായമാകുമ്പോഴാണ് കോഴിക്കുഞ്ഞ് ഇവിടുന്ന് കൊടുക്കുന്നത്. അങ്ങനെ 1 മാസം പ്രായമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കൊണ്ടുപോകുന്നവർക്ക് ഒന്നും നഷ്ടമാകില്ല. അപ്പോൾ വളരെ കെയറിങ്ങോടെ അവർക്ക് വളർത്താൻ സാധിക്കും. അതുകൊണ്ട് എപ്പോഴും 1 മാസം പ്രായമാകുമ്പോഴാണ് ഞാൻ കൊടുക്കുന്നത്.